ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സർ, അങ്ങിവിടെ വന്യജീവികളുടെ ആക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് ഫെൻസിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. സർ, ഈ ഫെൻസിങ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫെൻസിങ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടാകുന്നതായി അങ്ങയുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഒന്ന്, നമുക്ക് എംപാനൽ ചെയ്ത ഏജൻസികളുണ്ട്. ഈ ഏജൻസികൾക്ക് തന്നെ ഇത് കൊടുത്തതിന് ശേഷം സമയബന്ധിതമായി അവർ പൂർത്തീകരിക്കാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എംപാനൽ ചെയ്ത ഏജൻസികൾ അൺസ്കിൽഡ് ആണ് എന്ന കാര്യം അങ്ങേക്ക് ചിലരെങ്കിലും അൺസ്കിൽഡ് ആണെന്ന് അദ്ദേഹത്തിന് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് ഓപ്പൺ ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, അദ്ദേഹം പറഞ്ഞ മെമ്പർ ഉന്നയിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. സർ, ഇതിന് കുറേ പണം വിനിയോഗിക്കുന്നുണ്ട്, പക്ഷേ അവിടെ ക്വാളിറ്റി എൻഷുർഡ് അല്ല. എംപാനൽഡ് ഏജൻസീസ് പലരും വെച്ച് ഇതിൻ്റെ ടെറൈൻ ബുദ്ധിമുട്ടുള്ളതാണ്. സർ, ആറിലത്ത് ഒരു വൻമതിൽ പണിയാൻ എത്രയോ കാലമായി തുടങ്ങിയാണ്. സാറേ, ഒരു 2 കിലോമീറ്റർ ഭാഗത്ത് ഇത് അതിൽ പണിയാൻ ഒക്കത്തില്ല, അവിടെ എത്താൻ വലിയ പാടാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ എടുക്കുന്ന ഈ എംപാനൽഡ് ഏജൻസീസും അവർ നൽകുന്നതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയമുണ്ട് സർ. അതിൻ്റെ ടൈംലി കംപ്ലീഷന് പറ്റുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഇൻ്റഗ്രേറ്റഡ് ഇത് തയ്യാറാക്കിയിട്ട് ഇത് ആര് വേണമെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് ടൈം ബൗണ്ടായിട്ട് വർക്ക് തീർക്കുന്ന ഒരു മോഡലിലേക്ക് ഗവൺമെൻറ് പോകും സർ.